السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനികളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ എക്കാലത്തും സമുദായത്തിന് ആവശ്യമുള്ള മുഴുവൻ കാര്യവും കൃത്യതയോടെ വ്യക്തതയോടെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കാലം മുതൽ പിന്നീട് വന്ന ഇമാമുകളെല്ലാം അവരുടെ രചനകളിലും പ്രഭാഷണങ്ങളിലുമെല്ലാം അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ എക്കാലത്തെയും വിരോധികൾ അവർ സർവനാശകാരികളായിരിക്കും, ജനങ്ങളുടെ ഈമാൻ നശിപ്പിക്കുന്നവരായിരിക്കും, സമൂഹത്തിൻ്റെ ഭദ്രത നശിപ്പിക്കുന്നവരായിരിക്കും, ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജീവനും തന്നെ ഭീഷണി ഉയർത്തുന്നവരായിരിക്കും. ആ അർത്ഥത്തിലാണ് എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ ബിദ്അത്തിന്റെ കക്ഷികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്കെതിരെ പ്രമാണങ്ങൾ വക്രീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈമാൻ കവർന്നെടുക്കാൻ ശ്രമം നടത്തി. അതോടൊപ്പം ജനങ്ങളുടെ സാമ്പത്തികമായ ഭദ്രത നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ജനങ്ങളുടെ സാമൂഹികവും ശാരീരികവുമായ സുരക്ഷയ്ക്ക് തുരങ്കം വരുത്താൻ ശ്രമിക്കുന്നു. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സ്ത്രീയുടെ ദാരുണമായ അന്ത്യത്തിലേക്ക് എത്തിച്ചത്. ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, ഈ കുരുവട്ടൂരികൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചും അവഹേളിച്ചും കേരളത്തിൻ്റെ തെരുവായ തെരുവീതികളിൽ മുഴുവനും ഇവർ അപശബ്ദങ്ങളുണ്ടാക്കി സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രമാണങ്ങളെ വക്രീകരിച്ചു. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ പ്രമാണങ്ങൾ കൃത്യതയോടെ വ്യക്തതയോടെ നമ്മൾ വിശദീകരിച്ചപ്പോൾ പ്രാമാണികമായി പരാജയപ്പെട്ടു പോയ മൗലവിമാർ അവർ എല്ലാ അർത്ഥത്തിലുമുള്ള നീച പ്രവർത്തനങ്ങളിലേക്കാണ് പിന്നെ ഇറങ്ങി വന്നത്. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തിപരമായി നടത്തിയ സന്ദർശനങ്ങൾ പോലും അവരുടെ അനുമതിയോ സമ്മതമോ ഇല്ലാതെ അത് ഷൂട്ട് ചെയ്ത് വെച്ച് വേശ്യയുടെ നിലവാരത്തിലേക്ക് ഉയർന്ന് അത് വെച്ച് വിലപേശാനുള്ള തന്ത്രം ഇവിടെ അവർ ശ്രമിച്ചു നോക്കി. പക്ഷേ അങ്ങനെ ഏതെങ്കിലും നിലവാരത്തകർച്ച നേരിടുന്നവർ ഏതെങ്കിലും ഫോട്ടോയോ വീഡിയോ കാണിച്ചാൽ അതുകൊണ്ട് തകർന്നു പോകുന്നതെല്ലാം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് ബോധ്യപ്പെട്ട അവർ അവരുടെ ഷെയ്ഖ് കോമാട്ടിജാലിൽ അബ്ദുള്ള സാഹിബ് തന്നെ വിശുദ്ധമായ റമദാൻ ഷരീഫിൽ തന്നെ വന്നുകൊണ്ട് വലിയ വലിയ കളവുകൾ പറയുകയായിരുന്നു. അങ്ങനെയുള്ള കളവ് ഇവിടെ ആവർത്തിച്ചു, വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ആ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം പറഞ്ഞു, ഇനി വരാനുള്ള ശവ്വാൽ സാധാരണ ശവ്വാലല്ല, നിങ്ങൾ പലതും കാണേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ആര്? കോമാട്ടുചാലിൽ അബ്ദുള്ള നേരിട്ട് വന്നു. അബ്ദുള്ളക്ക് ബോധ്യപ്പെട്ടു, കൂലിപ്രഭാഷകരെ വെച്ചുകൊണ്ട് നടത്തിയിട്ട് ഇത് കൂട്ടിയിട്ട് കൂടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പം റമദാൻ ഷരീഫിൽ തന്നെ അബ്ദുള്ള നേരിട്ട് വന്നിട്ട് പറയാണ്, റമദാൻ ഷരീഫ് കഴിഞ്ഞാൽ ശവ്വാൽ കടന്നു വരും, ആ ശവ്വാൽ സാധാരണ ശവ്വാലല്ല, പലതും കാണാനുണ്ട്. അബ്ദുള്ളയുടെ കറാമത്ത് തന്നെയാണ്. അങ്ങനെ തന്നെ നമുക്കതിനെ മനസ്സിലാക്കണം, അല്ലേ? മുസൈലിമത്തുൽ കദ്ദാബ് അമാനുഷികത പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിയോടുകൂടി അവൻ ജനങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അത്ഭുതം സംഭവിച്ചു അവിടെ. എന്താ അത്ഭുതം? ഒരു കണ്ണിൻ്റെ കാഴ്ച പോയവനാണ് അത് സുഖപ്പെടുത്താൻ വന്നത്, അപ്പോൾ അവൻ്റെ മറ്റേ കണ്ണും പൊട്ടിപ്പോയി. അതുപോലെ കോമാട്ടുചാലിൽ അബ്ദുള്ള വന്നു, പ്രഖ്യാപിച്ചതൊക്കെ നേരെ അവരുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് പതിക്കുന്നത്.
എന്തുകൊണ്ടത്? ആരോടാ മൗലവിമാരെ നിങ്ങൾ കളിക്കുന്നത്? സകല കുരുവട്ടൂരികളും ചിന്തിച്ചോ, തലക്കുള്ളിൽ തലച്ചോറുണ്ടെങ്കിൽ ആലോചിച്ചോ, നിങ്ങൾ ആരോടാ കളിക്കുന്നത്? നിങ്ങൾ കളിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടാണ്. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കാണിക്കുന്ന മുഴുവൻ തോന്നിവാസവും കാണിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹു തആല അതിൻ്റെ ഭയാനകമായ അനുഭവങ്ങൾ ഈ ലോകത്ത് തരും, ഇൻഷാ അല്ലാഹ് പരലോകത്തും തരും. നേരിട്ട് കണ്ട് പഠിച്ച് തൗബ ചെയ്ത് നന്നാകാൻ ശ്രമിക്കുക. ഇതിൻ്റെ നസീഹത്തായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നേരിട്ട് നിങ്ങളുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് വരുന്നത്. കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞ ഷവ്വാല് കടന്നു വന്നു. ഷവ്വാലിൻ്റെ 2 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ കണ്ടത്. ഒന്നെന്തായിരുന്നു? ഒന്ന്, നമ്മുടെ തൊടിയൂര് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവിയുണ്ട്. ആ മൗലവി ഇവരുടെ ഏറ്റവും വലിയ ഹോജമാരിൽപ്പെട്ട ഒരാളാണ് തൊടിയൂര് മൗലവി. ആ തൊടിയൂര് മൗലവി അദ്ദേഹം അന്യ സ്ത്രീകളുടെ കൂടെ കടപ്പുറത്ത് വിലസുകയാണ്. ഒന്നാമത്തെ ഷവ്വാലിൻ്റെ പ്രത്യേകത അവിടെ മുതലാണ് തുടങ്ങുന്നത്. അവിടെ മുതൽ തുടങ്ങുകയാണ്. അവിടെ നമ്മൾ ആ വിഷയം അറിഞ്ഞിട്ടില്ല. അതേസമയത്ത് അവിടുത്തെ നാട്ടുകാരായ ആളുകൾ ഇദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുമ്പോൾ നാട്ടുകാരോട് ആദ്യം പറഞ്ഞത് മഗ്‌രിബ് നിസ്കാരം ഖളാ ആക്കിയിട്ടാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ആളുകളോട് ആദ്യം പറഞ്ഞു, ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് കളവ് പറഞ്ഞു. ഇത് നേരിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത വ്യക്തി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ആ വീഡിയോ അദ്ദേഹമാണ് എനിക്ക് നേരിട്ട് അയച്ചു തന്നത്. അങ്ങനെ അവരോട് കളവ് പറഞ്ഞപ്പോൾ അവരിത് നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം തലപ്പാവും താടിയൊക്കെ വെച്ചിട്ട് ഒരുത്തൻ അന്യപെണ്ണുങ്ങളെ കൂടെ നടക്കുകയാണ്. അത് സാധാരണക്കാരായ ചെറുപ്പക്കാർ കണ്ടപ്പോൾ അവരത് എടുത്തു വെക്കുകയാണ്. അവർ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തപ്പോൾ ഇവൻ്റെ കളവ് പൊളിഞ്ഞു. അപ്പം പിന്നെ ജമ്മു ഖസറിൻ്റെ മസലയുമായിട്ട് കടന്നു വരികയാണ്. അവിടെയാണ് ഈ മൗലവിമാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ത്വരീഖത്ത് പറയുകയല്ലേ? ത്വരീഖത്ത് പറയുന്ന നിങ്ങൾ എങ്ങനെയാണ് ഒരൽപ്പം പോലും വറഇല്ലാതെ അന്യ സ്ത്രീകളുടെ കൂടെ ബീച്ചിലൂടെ നടക്കുന്നത്? അങ്ങനെ മുറുവത്ത് നഷ്ടപ്പെടുന്ന കാര്യം ത്വരീഖത്തിൽ പ്രവേശിച്ചവർക്ക് പാടുണ്ടോ? നൗഷാദ് തന്നെ പറയട്ടെ, നിങ്ങളുടെ ആമാശയ മുന്നേറ്റ സമയത്ത് തന്നെ പറയട്ടെ. നൗഷാദിന് ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ തണലിൽ നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടം ജാഹിലിയ കാലഘട്ടം എന്നാണല്ലോ അവൻ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അതിന് ശേഷം ആമാശയ മുന്നേറ്റം എന്ന് പറയുന്ന ഈ കുരുവട്ടൂരിസത്തിലേക്ക് ചേർന്നതിന് ശേഷം നൗഷാദ് തന്നെ പറയട്ടെ. ഇജ്തിനാബുൽ മൻഹിയാതി ളാഹിറൻ വബാത്തിന. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാദ്യം പഠിക്കണല്ലോ. ത്വരീഖത്ത് വിശദീകരണം എല്ലാം കഴിഞ്ഞ് ത്വരീഖത്ത് എന്താ അതറിയില്ല, അത് പറ്റൂല. അപ്പൊ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇജ്തിനാബുൽ മൻഹിയാതി ളാഹിറൻ വബാത്തിന. അല്ലാഹ് വിരോധിച്ച കാര്യങ്ങളെ ളാഹിറൻ വബാത്തിനൻ ഉള്ളും പുറവും ഒഴിവാക്കുക. വംതിസാലുൽ ലവാമിരി അല്ലിലാഹിയ ബിഖദ്രി ത്വഖ. നമ്മളെ കഴിവിന്റെ അനുസരിച്ച് അല്ലാഹ് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇവിടെ എവിടെന്ന് പറഞ്ഞു? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഇജ്തിനാബുൽ മുഹറമാതി വൽ മക്റൂഹാതി വഫുദൂലിൽ മുബാഹാത്ത്. ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക, കറാഹത്ത് ഒഴിവാക്കുക. ചില കാര്യങ്ങളൊക്കെ ഹലാലാകും എന്നാലും അത് ഒഴിവാക്കുക. എന്താ? ചിലപ്പോ ഹലാലെല്ലാം ചെയ്യാൻ പറ്റും, ഹലാലാന്ന് വിചാരിച്ചെല്ലാം ചെയ്യാൻ പറ്റുമോ? അത് ത്വരീഖത്ത് അവിടെ കട്ടെ, ശരീഅത്ത് തന്നെ പറ്റും. ശരീഅത്തായി ജീവിക്കണ ഒരാൾ തന്നെ ഇപ്പൊ ഈ അങ്ങാടിക്കൂടി ഇങ്ങനെ കടലി തിന്നിട്ട് ഒരു വലിയ പണ്ഡിതങ്ങ് നടക്കുക. അതുകൊണ്ട് മുറുവത്തിന് കേടാ. പണ്ഡിതെന്ന് മാത്രല്ല, ഒരു നാട്ടിലെ കാരണവല ഓനൊരു ഷെഡിങ് കുപ്പായിട്ട് നടന്ന എന്തായാലും അർത്ഥമുള്ളത്. ഷെഡി മുട്ടേരൊക്കെ മറിഞ്ഞിട്ടുണ്ട്, സംഭവം അവർക്കൊന്നും കാണില്ല. എന്നാൽ ഓനൊരു മട്ടുണ്ട്, ഒരു ആലിം, ഒരു വലിയ മുദരീസാണ്. ഓന് കൈക്കോട്ടും പിടിച്ചു പോവാ ചെയ്യണ്ട. അപ്പോ മുറുവത്ത് നഷ്ടപ്പെടുന്ന കാര്യം ത്വരീഖത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഉദാഹരണം പറഞ്ഞത് എന്താണ്? അങ്ങാടിയിലൂടെ നടക്കുക. അങ്ങാടിയിലൂടെ എങ്ങനെ നടക്കുക? ഇത് അങ്ങാടിയല്ല, ഇത് എല്ലാ മുഹറമാത്തും നടക്കുന്ന ബീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് തൊഴിയൂര് മൗലവിയെ കൈയോടെ പിടികൂടിയത്. എങ്കിൽ നിനക്ക് ത്വരീഖത്ത് പറയാൻ എന്ത് അധികാരമാ മൗലവിമാരെ നിങ്ങൾക്കുള്ളത്? എന്ത് അധികാരമാണുള്ളത്? അപ്പോ ഇതായിരുന്നു കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞ ഒന്നാമത്തെ ഷവ്വാലിന്റെ പ്രത്യേകത. എന്താണത്?
ത്വരീഖത്ത് പറഞ്ഞ് മഹാന്മാരായ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന അപഹസിക്കുന്ന ഈ മൗലവിമാർക്ക് ത്വരീഖത്തെന്ന് പറയാനുള്ള അവകാശമില്ല എന്ന് ആര് തന്നെ സമ്മതിച്ചു? ഈ മൗലവിമാർ തന്നെ സമ്മതിക്കുകയാണ്. അല്ലാഹു തആല സമ്മതിപ്പിക്കുകയാണ്. ഇതാണ് ശവ്വാലിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ പ്രത്യേകതയുണ്ട്. എന്താണ് രണ്ടാമത്തെ പ്രത്യേകത? രണ്ടാമത്തെ പ്രത്യേകത അതേ മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തൊഴിലാളിയുണ്ട്, സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഈ കുരുവട്ടൂരിയൻ മൗലവിമാരുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ദാരുണമായി മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ ചർച്ചയാണ് ഇന്ന് ചാനലുകളിലൂടെയെല്ലാം നടക്കുന്നത്, പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ ഈ മുസ്ലിം സമുദായത്തെ മുഴുവനും ആക്ഷേപിക്കുവാനും അപഹസിക്കുവാനും അത് കാരണമായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ അത് പറയുന്നത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പറയിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം വിവരമില്ലാത്ത വ്യാജസിദ്ധന്മാരുടെ കൂടെ കൂടിയ ആളുകൾ ഇത്തരം വ്യാജസിദ്ധന്മാരുടെ വാക്കുകൾ കേട്ട് ഈ സമുദായത്തിൽ വരുത്തി വെക്കുന്ന വിനകൾ ചില്ലറയല്ല. പണ്ഡിതന്മാർ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ പണ്ഡിതന്മാരോട് ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ട് തെരുവീതികളിലൂടെ മുഴുവനും മഹാന്മാരായ പണ്ഡിതന്മാരെ ആക്ഷേപിച്ച് നടക്കുകയാണ്. ഞാൻ പറയട്ടെ, ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് ഈ ലത്തീഫി എന്ന്, ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. ആരായിരുന്നു ഇദ്ദേഹം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി മഹാനായ CM വലിയുല്ലാഹി തങ്ങളുടെ കറാമത്ത് പറയുന്നു എന്ന പേരിൽ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളെ പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ഇദ്ദേഹം കറാമത്തുകളെന്ന് പറഞ്ഞ് യാതൊരു തെളിവുമില്ലാതെ ഒരു ജനതയുടെ മുമ്പിൽ പറയാൻ, ഒരു വിഷയം പറയാൻ ഇസ്ലാം മാനദണ്ഡമാക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊന്നും പാലിക്കാതെ കേവലം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ പറയാൻ പറ്റുന്ന അടിസ്ഥാനപരമായ അതിൻ്റെ കാര്യങ്ങൾ പോലും പാലിക്കാതെ ഏതൊക്കെയോ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ പറയുന്നത് മാത്രം മാനദണ്ഡമാക്കി അതിൻ്റെ കളവിൻ്റെ സാധ്യതകൾ എത്രമാത്രമുണ്ട്, അത് പൊതുസമൂഹത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ അത് എങ്ങനെ ബാധിക്കും, മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് അത് എങ്ങനെ വിലയിരുത്തപ്പെടും എന്ന വിഷയമൊന്നും മുൻപിൻ നോക്കാതെ ഈ മൗലവി ഇവിടെ യൂട്യൂബ് ചാനലിലൂടെ പലതും പ്രചരിപ്പിച്ച് നടന്നപ്പോൾ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇടപെട്ടു, അവനെ തിരുത്തി. വർഷങ്ങൾക്ക് മുമ്പ് അവനോട് വിഷയം ഉപദേശിച്ചു കൊടുത്തു, പക്ഷേ അവനത് കേട്ടില്ല. ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി ഉസ്താദ് അവറുകൾ ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ചുകൊണ്ട് നടത്തിയ സംഭാഷണത്തിൻ്റെ ചെറിയ ഒരു ഭാഗം ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. എൻ്റെ പൊതുസമൂഹം മുഴുവൻ ജനങ്ങളും കേൾക്കുന്നതിന് വേണ്ടി ഞാൻ പറയട്ടെ. ഇത്തരത്തിലുള്ള വ്യാജന്മാരെ പണ്ഡിതന്മാർ തിരുത്തുന്നുണ്ട്, തിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇവരൊക്കെ ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, യൂട്യൂബിലൂടെയുള്ള വരുമാനത്തിന് വേണ്ടി മഹാന്മാരായ ഔലിയാക്കളെ ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നഈം ഉസ്താദിന്റെ വോയിസ് നിങ്ങളൊന്ന് കേൾക്കും. നിങ്ങൾ ഈ നടപടി തുടരുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഞാൻ പറയേണ്ടി വരും. നിങ്ങളുമായി പ്രസ്ഥാനത്തിനോ സുന്നത്ത് ജമാഅത്തിനോ ആലിമീങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല. ഇദ്ദേഹത്തെ സമീപിക്കുന്ന AP ഉസ്താദിനെയും പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും സൂക്ഷിക്കണം എന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലായിരിക്കും, പക്ഷെ എൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളെ കൊണ്ട് അള്ളാന്റെ ദീനിന് നഷ്ടമുണ്ട്. അല്ലാതെ എനിക്കിപ്പോൾ നിങ്ങളോട് എന്താ വിരോധം? നിങ്ങളോട് എനിക്ക് വിയോജിപ്പ് എന്താ? നിങ്ങൾ ഞാനും തമ്മിൽ എന്താ പിണക്കം? ഒരു പിണക്കവും ഇല്ല. ഇയാളെ അറിയാം, ഇയാളെ മൂത്താപ്പായ എനിക്കറിയാം. ഇങ്ങനെ ഒരു പണി നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. എനിക്കിപ്പോൾ ഇത് കേൾക്കാനും അതിലെ കല്ലും നെല്ലും വേർതിരിക്കാനും എനിക്ക് കഴിയില്ല. 90% അനുഭവങ്ങളും ഓരോ വ്യക്തികൾക്കുള്ള അനുഭവങ്ങളാണ്. ആ വ്യക്തികളുടെ ഓർമ്മകൾ ബാധിക്കും. അവരുടെ മിക്കവാറും അവർ മാത്രമേ അതിന് സാക്ഷി ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ഒരുപാട് നുക്സാനുകളുണ്ട്. നിങ്ങൾ ബുക്കും കൂടി ഇറക്കിയിട്ട്
നാളെ മുതൽ ഇനി സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ അതിനെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങളോട്ട് ഞാൻ കലാമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. കൂടുതൽ സുന്നത്ത് ജമാഅത്തിന് ബാധിക്കാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ പേരെടുത്ത് തന്നെ പറയും. സിറാജുദ്ദീൻ ലത്തീഫ് എന്ന് പറഞ്ഞൊരു മൂല്യാരുണ്ട്, അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. അയാൾ ഇങ്ങനെ നടന്നിട്ട് ഓരോ ആളുകളെടുക്കുന്ന ഇങ്ങനെ കറാമത്ത് കണ്ടുപിടിക്കുകയാണ്. CM വലിയുള്ളായിക്ക് അള്ളാഹു കൊടുത്ത വലിയ സ്ഥാനവും പദവിയൊക്കെ ഉണ്ട്. അതിനിപ്പോൾ നിങ്ങളിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ആക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ഓരോ ബഹുമാനിക്കുകയും ഓരോ ഇൽമിനെയും ഓരോ ദറജകളെയൊക്കെ ആദരിച്ച് സ്നേഹിച്ച് സിയാറത്ത് ചെയ്യുന്നവരും നമ്മൾ ഉസ്താമാർ കാണിച്ചു തന്ന വഴി പോകുന്നവരുമാണ്. അതുകൊണ്ട് ഈ പണിയൊന്നും നിങ്ങളാരും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഞാൻ എന്നെക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷി പറയാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ കൈകാര്യം ചെയ്യും. കേട്ടല്ലോ, വളരെ വ്യക്തമായി നമ്മുടെ പണ്ഡിതന്മാർ ഇവന്മാരുടെ ഈ കുത്തൊഴിഞ്ഞ പോക്കിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസത്തെ നിയന്ത്രിച്ചിട്ടുണ്ട്. മഹാന്മാരുടെ പേരിൽ കറാമത്താണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഇസ്ലാം ദീനിൽ അതിനൊരു മാനദണ്ഡമുണ്ട്. അത് സമൂഹത്തിൽ എങ്ങനെ പറയണം, അതിൻ്റെ തെളിവെന്തൊക്കെ വേണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ മാനദണ്ഡമുണ്ട്. അത് പാലിക്കാതെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനായ CM വലിയുള്ളാഹി തങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കുകയും അതിൻ്റെ അപകടത്തെ സംബന്ധിച്ച് ഈ മൗലവിക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അത് കേട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലപാടെടുത്തു. അത് പത്രത്തിലൂടെ വരികയും ചെയ്തു. സ്ക്രീനിലൂടെ നിങ്ങൾക്ക് കാണാം. മടവൂർ കാഫിലയുമായി ബന്ധമില്ല സമസ്ത. വളരെ വ്യക്തമായി ഈ മൗലവിയുടെ ചാനലിനെ കുറിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം വന്നു. അതിൻ്റെ വിശദമായ വാർത്തകൾ വന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ തരത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഔലിയാക്കളുടെ പേരിൽ ഇദ്ദേഹം നടത്തുന്ന ഈ തരത്തിലുള്ള തോന്നിവാസങ്ങളെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇടപെടുകയും തിരുത്താൻ ശ്രമിക്കുകയും തിരുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇദ്ദേഹം പണ്ഡിതന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ ഈ യൂട്യൂബുമായി നടന്നത്? അത് ഔലിയാക്കളുള്ള സ്നേഹത്തിൻ്റെ പേരിലാണോ? ഒരിക്കലുമല്ല. അത് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ യൂട്യൂബ് വരുമാനത്തിൻ്റെ കണക്ക് പോലും അദ്ദേഹം പറയുന്നുണ്ട്. കേൾക്കൂ നിങ്ങൾ. ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 3 കൊല്ലമായെങ്കിലും ഞങ്ങൾക്ക് ഒരു 50,000 രൂപയിൽ കൂടുതൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഈ സദസ്സിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ 50,000 രൂപ യൂട്യൂബിലൂടെ കിട്ടിയിട്ടുണ്ട് മൂപ്പർക്ക്. അപ്പൊ ഈ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ദീനിൽ മഹാന്മാരുടെ വിഷയം പറയുമ്പോൾ സൂക്ഷിക്കേണ്ട യാതൊരു സൂക്ഷ്മതയും പാലിക്കാതെ, ദീനിൽ ഒരു വിഷയം പാലിക്കുമ്പോൾ മാനദണ്ഡമാക്കേണ്ട അടിസ്ഥാന മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ, പണ്ഡിതന്മാരുടെ വാക്കുകൾ പോലും ചെവിക്ക് പുറത്തേക്ക് തള്ളിക്കൊണ്ട് ഈ യൂട്യൂബുമായി ഇദ്ദേഹം മുന്നോട്ട് പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള മൗലവിയാണ് ഈ കാഫിലക്കാരൻ മൗലവി എന്ന് പറയുന്ന മൗലവി. ആ മൗലവി അദ്ദേഹം പിന്നീട് എങ്ങോട്ട് പോയി? ഈ കുരുവട്ടൂരിയൻ ആലയത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയി പിന്നീടാണ് കഴിഞ്ഞ ദിവസം വാർത്ത വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവാനന്തരം വളരെ ഗുരുതരമായ രൂപത്തിൽ, വളരെ അപകടകരമായ രൂപത്തിലായിട്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ ആവശ്യമായ ചികിത്സ പോലും നൽകാതെ മരണപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം ഭാര്യ വീട്ടിൽ നിന്നും പ്രസവിച്ച് അമിതമായി രക്തം പോയിട്ട് ആ രക്തം പോയതിൻ്റെ കാരണമായി മരണത്തോട് തൊട്ടടുക്കുമ്പോഴും ഈ മനുഷ്യൻ ഭാര്യയെ കൊണ്ടുപോകുന്നില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല. ചോര പൈതലിനെ പോലും ആവശ്യമായ ചികിത്സ കൊടുക്കുന്നില്ല. മരണപ്പെട്ട ശേഷവും അദ്ദേഹം കുടുംബക്കാരെ അറിയിക്കുന്നത് പിന്നീടാണ്. ഇത് എൻ്റെ പെങ്ങളുടെ മകളാ, പക്ഷേ ഇവൻ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല, എന്തുകൊണ്ട് ഈ അസമ്മയുടെ ബന്ധുക്കളെ ആരും അറിയിച്ചിട്ടില്ല. എന്ത് കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുണ്ടായിട്ട് ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടായില്ല. പ്രസവിച്ച ശേഷം മതിയായ ചികിത്സ കൊടുത്തില്ല എന്നാണോ?
പ്രസവാനന്തരം ഇവൻ മതിയായ ചികിത്സ കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ പിള്ളേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. ഈ ശ്വാസമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ഇവൻ ഈ കുട്ടീനെയും തള്ളേനെയും ഹോസ്പിറ്റലിൽ ആക്കേണ്ടതാണ്. അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അപ്പം തന്നെ എന്ത് വേണം, ഒന്നോടെ ഈ അസ്മയുടെ ആങ്ങളമാർ വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ എൻ്റെ മക്കളുടെ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ അങ്ങനെ ഞങ്ങളുടെ ബന്ധുക്കളെ അസ്മയുടെ ബന്ധുക്കളെ ആരും അറിയിച്ചിട്ടില്ല. സ്വന്തം അയൽക്കാർ പോലും അറിയുന്നത് പിന്നീടാണ്. സുബ്ഹാനല്ലാഹ്, വാർത്ത നിങ്ങളൊന്ന് കേൾക്കും. എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയായ യുവതി മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ്. 35 വയസ്സുകാരിയായ അസ്മയാണ് അക്യൂപങ്ക്ചർ ചികിത്സയ്ക്കിടെ മരിച്ചത്. ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാൻ വൈകിയതാണ് മരണകാരണമെന്നാണ് വീട്ടുകാരുടെ പരാതി. അസ്മയുടെ 5ാമത്തെ പ്രസവമായിരുന്നു. ആദ്യ 2 പ്രസവങ്ങൾ ആശുപത്രിയിൽ വെച്ച് നടത്തി. പിന്നീടാണ് അസ്മയും ഭർത്താവ് സിറാജുദ്ദീനും അക്യൂപങ്ക്ചർ ചികിത്സാരീതി പഠിച്ചത്. തുടർന്നുള്ള 3 പ്രസവങ്ങളും വീട്ടിൽ തന്നെ. ഇന്നലെ 6 മണിയോടെയാണ് അസ്മ പ്രസവിച്ചത്. ഒപ്പം ഭർത്താവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 9 മണിയോടെ അസ്മ മരിച്ചു. നവജാത ശിശുവിനെയും മറ്റു മക്കളെയും കൂട്ടി ആംബുലൻസിൽ സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് തിരിച്ചു. ആംബുലൻസ് ഡ്രൈവർ കാര്യം അന്വേഷിച്ചപ്പോൾ ഭാര്യയ്ക്ക് ശ്വാസം മുട്ടലെന്ന് പറഞ്ഞ് മരണം മറച്ചുവെച്ചു. പ്രസവം കഴിഞ്ഞു, വിളിച്ചു പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ്. പിന്നെ അവസാന നിമിഷം ഇങ്ങനെ കയ്യിൽ നിന്ന് പോയിപ്പോൾ അത് തീർച്ചയായിട്ടും ആശുപത്രി കൊണ്ടുപോണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റലൈസ് ചെയ്യാതെ സീരിയസ് ആയപ്പോഴും മരണവെപ്രാളം കാണിച്ചപ്പോഴും ഈ സ്വന്തം കുട്ടിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കുകയെല്ലാം ചെയ്ത സമയത്തും ഇത് മതിയായ ചികിത്സ കൊടുക്കാനോ ഒന്നും തയ്യാറാവാതെ ആ ചോരക്കുഞ്ഞിനെ ആ കൊച്ചിനെ പോലും ഹോസ്പിറ്റലിലേക്ക് ചെയ്യാതെ ആ കൊച്ചിനെയും കൂടെ കൂടിയിട്ടാണ് ഇവിടെ കിലോമീറ്ററോളം സഞ്ചരിച്ച് 1.5 വർഷം മുൻപാണ് സിറാജുദ്ദീനും അസ്മയും മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ താമസമാക്കുന്നത്. സിദ്ധവൈദ്യവും മന്ത്രവാദ ചികിത്സയും ചെയ്തിരുന്ന ആളായിരുന്നു സിറാജുദ്ദീൻ. മടവൂർ ഖലീഫ എന്ന യൂട്യൂബ് ചാനലിലൂടെ മന്ത്രവാദ ചികിത്സയും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന വീഡിയോകളും ഇയാൾ ചെയ്തിരുന്നു. നാട്ടുകാരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇവർ പുലർത്തിയിരുന്നില്ല. ഇവർക്ക് 4 മക്കളുള്ളതായി പോലും അറിഞ്ഞിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആശാവർക്കർമാരോട് ഗർഭിണിയല്ല എന്നും അസ്മ പറഞ്ഞിരുന്നു. ഇതിന്റെ ഒരു ക്വസ്റ്റ്യനിലുണ്ട്, നിങ്ങൾ ഗർഭിണിയാണോ എന്നുള്ളതിൽ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നതിൽ അവർ ഗർഭിണിയല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. ആശാനെ അറിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പെരുമ്പാവൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അസ്മയുടെ കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കുക. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് നീക്കം. ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴക്കാരനായ ഈ മൗലവി എങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലെത്തിയത്? എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ദുരൂഹത നിറഞ്ഞ ഇദ്ദേഹത്തിന്റെ ജീവിതക്രമം വാർത്തയിലൂടെ നമ്മൾ കേട്ടില്ലേ? എത്ര ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തു? അദ്ദേഹം ജീവിക്കുന്ന വീടിനോട് തൊട്ടുചേർന്ന അയൽവാസികൾ പോലും ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. വാർത്തകൾ വരുമ്പോൾ നമ്മൾ കേൾക്കുകയാണ് 4 കുട്ടികളുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അങ്ങനെ 4 കുട്ടികളുണ്ട് എന്ന വിവരം പോലും അയൽവാസികൾ ഇപ്പോഴാണ് അറിയുന്നത്. ഞാനത് കേട്ടപ്പോൾ അത്ഭുതപ്പെടുകയാണ്. കാരണം എൻ്റെ വീട്ടിലെ കുട്ടികൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കാത്ത ഒറ്റ ദിവസം ഉണ്ടാകാറില്ല. അവിടെ നിന്ന് പോയിട്ട് പിടിച്ചു കൊണ്ടുവരാ ചെയ്യാം. ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികൾ മുറ്റത്ത് പോവുകയും അപ്പുറത്ത് വീട്ടിൽ പോയി കളിക്കുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ്റെ ഒരു സ്വാഭാവികതയില്ലേ സഹോദരങ്ങളെ? ഈ ഒരു സ്വാഭാവികതക്ക് പോലും തടയിട്ടുകൊണ്ട് സ്വന്തം കുട്ടികളെപ്പോലും പുറത്തിറക്കാതെ ദുരൂഹമായ ജീവിതം ഇദ്ദേഹം എന്തിനു നയിക്കുന്നു? എന്തിനാണ് ഇദ്ദേഹം ചട്ടിപ്പറമ്പിൽ വന്നത്? ആലപ്പുഴക്കാരനായ ഈ മൗലവി എന്തിന് ചട്ടിപ്പറമ്പിൽ വന്നു? അന്വേഷിക്കേണ്ടതില്ലേ? കുരുവട്ടൂരിയൻ മൗലവിമാരായ നൗഷാദും തൊഴിയൂരടക്കമുള്ള മൗലവിമാര് താമസമാക്കിയ സ്ഥലമാണ് ചട്ടിപ്പറമ്പ്. അവിടെ എന്തിനാണ് ഇവർ വരുന്നത്? എന്തിനാണ് ഇത്തരം ദുരൂഹമായ ജീവിതം നയിക്കുന്നത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നത് അയൽവാസികളുമായി ചേർന്ന് ജീവിക്കാനാണ്, അയൽവാസികളുമായി സഹകരിച്ച് ജീവിക്കാനാണ്. നിന്റെ വീട്ടിൽ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു വിശേഷപ്പെട്ട കറി ഉണ്ടാക്കുകയാണെങ്കിൽ, മാംസക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിനക്ക് നിന്റെ അയൽവാസിക്ക് കൊടുക്കാൻ മാംസം തികയില്ല എങ്കിൽ വെള്ളം അധികമായി ചേർത്ത് ആ വെള്ളമെങ്കിലും അയൽവാസിക്ക് കൊടുക്കണമെന്നാണ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം. അത്രമാത്രം അയൽവാസികളുമായി ചേർന്ന് നിൽക്കണമെന്നാണ്. എന്നാൽ ഈ ദീന് പറഞ്ഞ് ജീവിക്കുന്ന മൗലവിമാരും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി അയൽവാസികളുമായി ബന്ധമില്ല, അയൽക്കാരുമായി ബന്ധമില്ല, നാട്ടുകാരുമായി ബന്ധമില്ല, എന്നിട്ട് സ്വന്തം നാട് വിട്ടുകൊണ്ട് അന്യദേശത്ത് പോയി ദുരൂഹമായ ജീവിതം നയിക്കാം. ഈ മൗലവിമാരെ കുറിച്ചൊക്കെ അന്വേഷിച്ച് നോക്ക്. ഇവരാരും സ്വന്തം നാട്ടിലുണ്ടാവില്ല.
എന്തേ ഇവർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പ്രയാസം? അന്വേഷണ പരിധിയിൽ അതൊക്കെ വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, ഈ വിഷയത്തിൽ നമ്മൾ ഇത്ര ഗൗരവത്തോടെ പറയാനുള്ള കാരണം ഇവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ്. ശാസ്ത്രീയമായ ചികിത്സാ മുറകളോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരാണ് മുസ്ലിം സമുദായം. ചേർന്ന് നിൽക്കാൻ പ്രചോദനം നൽകുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ, അതിൻ്റെ കീഴ്ഘടകങ്ങൾക്ക് കീഴിൽ, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ, മർക്കസിന് കീഴിലടക്കം ധാരാളം ഹോസ്പിറ്റലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കൃത്യമായ പ്രസവങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. ഇതുപോലുള്ള ശാസ്ത്രീയമായ ചികിത്സാ മുറകളോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നും മുസ്ലിം സമുദായം. പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം. എന്നാൽ അശാസ്ത്രീയമായ ചില ചികിത്സാ മുറകൾ എന്ന പേരിൽ പ്രചരിക്കുന്നുവെങ്കിൽ അത് ചില വ്യക്തികളുടെ മാത്രം താല്പര്യങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, ഇത്തരം ചികിത്സകളോട് പുറംതിരിഞ്ഞു നിന്ന് ഇത്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ അതിൻ്റെ മൂല കാരണങ്ങൾ, ചില കാരണങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്താണത്? ഇത്തരത്തിലുള്ള കള്ളത്തൊരീഖത്തുകാരെന്ന് പറയുന്ന വ്യാജന്മാർ, വ്യാജസിദ്ധന്മാർ, അവർ പലപ്പോഴും അവരുടെ ശൈഖാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയുടെ സമ്മതം കിട്ടാതെ പല കാര്യങ്ങളും ചെയ്യാറില്ല. പലപ്പോഴും നമ്മുടെ വാർത്തകളിൽ അത് നിറഞ്ഞു നിന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ജനിച്ച ഉടനെ കുഞ്ഞിനെ മുലപ്പാല് നിഷേധിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ ചർച്ചയാവുകയും അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ചപ്പോൾ ഏതോ കള്ളത്തൊരീഖത്തിൽ ചേർന്ന വ്യക്തി ഷെയ്ഖ് പറയാതെ കൊടുക്കില്ല എന്ന് വാശി പിടിക്കുകയും അത് നമ്മളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരായ ഈ മൗലവിമാർ അവരവകാശപ്പെടുന്നത്. ഈ നൗഷാദ് മൗലവിയും തൊടിയൂര് മൗലവിയും സമദ് മൗലവി അടക്കമുള്ള മൗലവിമാർ അവകാശപ്പെടുന്നത് ഇവരുടെ ഷെയ്ഖാണെന്ന് പറയപ്പെടുന്ന കോമാട്ടിചാലിൽ അബ്ദുള്ളയുടെ മൈക്കുകളാണ് പോലും. ഇവർ സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല. ഇവർക്ക് ഈ മൈക്കുകളായ ഈ മൗലവിമാർക്ക് കോമാട്ടിചാലിൽ അബ്ദുള്ള എന്താണോ പറയുന്നത് അത് മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ. അത് മാത്രമേ ഇവർ പറയുകയുള്ളൂ. ഇവർ തന്നെ പരസ്യമായി പ്രസംഗിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം ഈ കള്ളത്തൊരീഖത്തിൻ്റെ വ്യാജസിദ്ധന്മാർ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇവർ നിസ്കരിക്കുകയില്ല. ഒരു ബീരാണ്ടിയുണ്ട്, ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരുടെ വലിയ ഷെയ്ഖാണെന്ന് പറഞ്ഞ് ഇവരുടെ ഏറ്റവും വലിയ നേതാവായി ഇവർ പരിചയപ്പെടുത്തുന്ന പമ്പേസ് മൗലവി എന്നറിയപ്പെടുന്ന സമദ് മൗലവി തന്നെ എഴുതി വെക്കുന്നു, അദ്ദേഹം വലിയാണ്. ഈ വലിയായ ബീരാണ്ടി ഈ സമദ് മൗലവിയുടെ വീട്ടിലേക്ക് 3 തവണ വന്നിട്ടുണ്ട്. ആ ബീരാണ്ടിയെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ വിശദീകരിച്ചല്ലോ. ആ ബീരാണ്ടിയെ അനുഭവിച്ച നാട്ടുകാരുടെ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നിലപാടുകൾ നമ്മൾ കേട്ടതാണ്. എന്തായിരുന്നു ബീരാണ്ടിയുടെ വാദം? അദ്ദേഹത്തിന് നിസ്കാരം നിർബന്ധമില്ല. ബീരാണ്ടിക്ക് മാത്രമല്ല, ബീരാണ്ടിയുടെ കൂടെ വരുന്നവർക്കും നിസ്കാരം നിർബന്ധമില്ല. വിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നു, അങ്ങനെ ഒരാൾ വാദിച്ചവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്. പക്ഷേ ആ ബീരാണ്ടിയുടെ കൂടെയുള്ള ഈ കുരുവട്ടൂരികൾ ബീരാണ്ടിയെ അംഗീകരിക്കുന്നു. കാരണം ബീരാണ്ടി പറഞ്ഞു എന്നതാണ്. ബീരാണ്ടി പറഞ്ഞാൽ അത് തന്നെയാണ് ദീന്. അതുപോലെ വിശുദ്ധ ഖുർആന്റെ മേലെ ചവിട്ടിക്കയറി നിൽക്കുന്നു. അതിനും ഈ കുരുവട്ടൂരികൾക്ക് പ്രശ്നമല്ല. കാരണം അവരുടെ വ്യാജസിദ്ധൻ പറഞ്ഞു എന്നത് തന്നെ. ഇനി കുരുവട്ടൂരിയൻ മൗലവിമാർ പ്രസംഗിച്ചല്ലോ, വീഡിയോ ക്ലിപ്പ് നമ്മുടെ വശമുണ്ടല്ലോ. എന്താണത്? പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്ത ഒരു മനുഷ്യൻ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരുടെ വ്യാജസിദ്ധന്റെ അടുക്കൽ പോയി. ആ വ്യാജസിദ്ധൻ കോമാട്ടിചാലിൽ അബ്ദുള്ള അടക്കമുള്ള വ്യാജസിദ്ധന്മാർ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല. അന്നത്തെ നോമ്പാണ് പോൽ ഏറ്റവും മഹത്തായ നോമ്പ്. അപ്പോ ഈ വ്യാജസിദ്ധന്മാരെന്താണോ പറഞ്ഞത് അതിന് ഖുർആനെ ചവിട്ടിക്കേറി നിൽക്കാനാണെങ്കിലും നിസ്കരിക്കണ്ട എന്നാണെങ്കിലും നോമ്പെടുക്കണ്ട എന്നാണെങ്കിലും ഇത്ര ഗൗരവതരമായ വിഷയങ്ങൾ പോലും വ്യാജസിദ്ധന്മാർ പറഞ്ഞാൽ അത് അപ്പടി അംഗീകരിക്കണമെന്നതാണ് കള്ളത്തൊരീഖത്തിൻ്റെ നിയമം.
ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ സിറാജ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഭാര്യ ചോരയിൽ കുളിച്ചു നിൽക്കുമ്പോൾ അമിതമായി ബ്ലീഡിങ് വന്ന് ആ സഹോദരി അവിടെ അതിദാരുണമായി മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഭർത്താവിന് നോക്കി നിൽക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു മനുഷ്യ മനസ്സുള്ള ഒരാൾക്കത് നോക്കി നിൽക്കാൻ കഴിയുമെന്നും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണത് സംഭവിച്ചത്? അത് സംഭവിക്കാൻ കാരണമുണ്ട്. എന്താണത്? ഇദ്ദേഹം തന്നെ പറയട്ടെ. ആര്? ഈ സിറാജ് മൗലവിയെക്കുറിച്ച് നൗഷാദ് മൗലവി പറയുന്നുണ്ട്. ഈ സിറാജ് മൗലവി എന്ന് പറയുന്ന വ്യക്തി ഈ കുരുവട്ടൂരിയൻ ആലയത്തിലേക്ക് പോയ ശേഷം ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുത്തത് ആരാണ്? കുരുവട്ടൂരിയൻ വ്യാജസിദ്ധനായ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിയാണ്. ആ അബ്ദുള്ള മൗലവിയുടെ സംരക്ഷണത്തിലാണ് പോൽ ആരുള്ളത്? ഈ സിറാജ് മൗലവിയും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലൊക്കെയുള്ളത്. അദ്ദേഹം പറയട്ടെ. എന്റെ കൽപ്പനയിൽ എന്റെ ചിറകിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നറിയിച്ച പോലെ ചരിത്രം ആവർത്തിക്കുകയാണ്. നമ്മുടെ കാഫില അടവൂർ ശൈഖുനയുടെ സംഭവങ്ങൾ അവിടെയും ഇവിടെയും ചെന്ന് അന്വേഷിച്ച് രേഖപ്പെടുത്തി അത് ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയയിലൂടെ വ്യാപിപ്പിച്ചപ്പോ എല്ലാവരും ചേർന്ന് അവരെ ഒതുക്കാൻ തീരുമാനിച്ചപ്പോ അന്ന് ഓസുൽ ആലം തങ്ങളെ പേരക്കുട്ടി നൂറുദ്ദീൻ ശതുനൂഫി തങ്ങളുടെ കൈപിടിച്ചതുപോലെ ഇന്ന് കാഫില ടീമിനെയും കാലഘട്ടത്തിന്റെ മശായിഖന്മാർ അവരുടെ കരങ്ങൾ കൊടുത്തവരെ സംരക്ഷിക്കുമ്പോ ഒരു ശക്തിക്കും ഇനി അവരെ തൊടാൻ കഴിയില്ല. അതിശക്തമായ സംരക്ഷണമാണ് മശായിഖന്മാര് നൽകുക. കണ്ടില്ലേ? അപ്പോ അതിശക്തമായ സംരക്ഷണമാണ് പോൽ കൊടുത്തിട്ടുള്ളത്. എന്തിനാ സംരക്ഷണം കൊടുത്തത്? ഇവിടെ മഹാന്മാരുടെ പേരിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ കളവുകളും അർദ്ധസത്യങ്ങളും ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇവിടെ പല സംഭവങ്ങളും കറാമത്തുകൾ എന്ന പേരിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് അതിനെ എതിർത്തിട്ട് ആ മൗലവിമാർക്ക് നമ്മുടെ പണ്ഡിതന്മാരുടെ പിന്തുണ കിട്ടുന്നില്ല, മുസ്ലിമീങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല, ഔലിയാക്കളുടെ മുഹിബ്ബീങ്ങളായ മഹാന്മാരുടെ പിന്തുണ കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള നേതൃത്വം നൽകുന്ന കുരുവട്ടൂരികളാണ് ഈ മൗലവിക്ക് സംരക്ഷണം കൊടുത്തത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ സംരക്ഷണം എവിടെ നിന്നാണ്? ഈ കുരുവട്ടൂരിയൻ പാളയത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് സംരക്ഷണം കിട്ടുന്നത്. ആ സംരക്ഷണം കിട്ടിയത് ഇതേ ലത്തീഫി തന്നെ പറയട്ടെ. മടവൂർ കാഫില എന്ന് പറഞ്ഞ പരിപാടി ഇതിന് ഒരാൾക്കും അതിന്റെ രോമത്തിൽ തൊടാൻ പറ്റൂല കേട്ടോ. കാരണം കാലഘട്ടത്തിന്റെ മശായിഖന്മാരാണ് അത് കൈപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഊർജ്ജത്തോടെ ആർജവത്തോടെ ഞങ്ങൾക്ക് പറയാം, കാഫില ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും, എല്ലാ കാലത്തും നിലനിൽക്കും. അപ്പൊ എല്ലാ കാലത്തും ഇവിടെ നിലനിൽക്കും. എന്താ കാരണം? കാഫിലയെ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ്? കുരുവട്ടൂരിയൻ വ്യാജസിദ്ധനായ കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ്. കുരുവട്ടൂരികളാണ് ഇവൻ ആവശ്യമായത് കൊടുക്കുന്നത്. അപ്പൊ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള പറയാതെ ഇവൻ ഒരു കാര്യവും ചെയ്യൂല. അവന്റെ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യാജസിദ്ധന്റെ പൂർണ്ണമായ സംരക്ഷണ വലയത്തിലാണ് ഇദ്ദേഹമുള്ളത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്താലും ഒരു നിയമ സംവിധാനത്തിനും ഇവനെ തൊടാൻ കഴിയില്ല എന്ന് ഈ മൗലവി ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെ ഈ തരത്തിൽ അത്യാവശ്യഘട്ടത്തിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ മരണത്തിന് വിട്ടുകൊടുത്താൽ പോലും ആർക്കും തൊടാൻ കഴിയില്ല. കാരണം കോമാട്ടുചാലിൽ അബ്ദുള്ള കൊടുത്തിട്ടുള്ള സംരക്ഷണമാണ്. ഇവൻ തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത്? ഇങ്ങനെ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാര്, ഈ കള്ളത്തൊരീഖത്തുകാര് അവര് പറഞ്ഞു കൊടുത്തിട്ടുള്ള കളവുകൾ, അത് ഇസ്ലാമിൻ്റെ പേരിൽ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ, ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വ്യാജങ്ങൾ, ആ വ്യാജങ്ങൾ അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് കള്ളത്തൊരീഖത്തിലേക്ക് ചേർന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരക്കാരായ വ്യാജസിദ്ധന്മാര് പറയാതെ ഒരു സംഗതിയും ചെയ്യാൻ പാടില്ല.
അവരുടെ പൂർണ്ണമായ സംരക്ഷണത്തിലാണുള്ളത് എന്ന് പരസ്യമായി പ്രസംഗിച്ചവനാണ് ഈ ലത്തീഫ് എന്ന് പറയുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന മൗലവി. ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന മൗലവി ഇപ്പൊ പ്രസംഗിച്ച് നമ്മൾ കേട്ടില്ലേ? ഇവനിക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുത്തു. ആ പൂർണ്ണമായ സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്ന വ്യാജസിദ്ധൻ കോമാട്ടുചാലിൽ അബ്ദുള്ള. ആ അബ്ദുള്ളയെ കുറിച്ച് നൗഷാദ് തന്നെ പറയട്ടെ, എന്താണ് അബ്ദുള്ളയുടെ കാര്യങ്ങൾ. ആ കോമാട്ടുചാലിൽ അബ്ദുള്ള, അവൻ്റെ അരികിൽ ഒരു പെണ്ണ് വന്നിരുന്നാൽ അതൊരു പൂച്ചക്കുട്ടിയെ പോലെയാണ്. പൂച്ചക്കുട്ടിയെ എന്തും തടാനും തലോടാനുമൊക്കെ പൂച്ചയുടെ സമ്മതമില്ലാതെ തന്നെ കഴിയും എന്നതുപോലെ ഒരു പെൺകുട്ടി വന്ന് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ സദസ്സിലോ അവൻ്റെ പരിസരത്തോ വന്നാൽ അവൻ പൂച്ചക്കുട്ടിയെ തലോടുന്ന ലാഘവത്തോടെ, പൂച്ചക്കുട്ടിയോട് പെരുമാറുന്ന ലാഘവത്തോടെ പെൺകുട്ടികളോട് പെരുമാറും. അത് കണ്ടാലും തെറ്റിദ്ധരിക്കരുത്, അത് ഷെയ്ഖിൻ്റെ അവകാശമാണ് പോലും. ആ ഷെയ്ഖിൻ്റെ കഴിവുകൾ ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും ഒക്കെ ഈ പറയുന്ന ഷെയ്ഖിന് കഴിയും, ഈ വ്യാജന്മാർക്ക് കഴിയും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഞാൻ വെറുതെ പറയില്ല, നൗഷാദ് പറയട്ടെ. ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും? ഇവർക്ക് അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വൻ നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മുടെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. കണ്ടില്ലേ? ഇതാണ് ഇവര് ആ കള്ളത്വരീഖത്തിൽ പെട്ടുപോകുന്ന സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുന്നത്. എന്താണത്? നീയും നിന്റെ ഭാര്യയും ഒക്കെ ഷെയ്ഖിന്റെ മുമ്പിലെത്തിയാൽ അവർക്ക് സമമാണ്. നിന്നെ പിടിക്കുന്നത് പോലെ ഭാര്യയെ പിടിക്കാം, നീയുമായി തനിച്ചിരിക്കുന്നത് പോലെ ഭാര്യയുമായി തനിച്ചിരിക്കാം. അദ്ദേഹത്തിന് എന്താണോ അവളിൽ തോന്നുന്നത് അതൊക്കെ ചെയ്യട്ടെ, അതൊക്കെ ഷെയ്ഖിന്റെ അധികാരമാണ്. ഈ രൂപത്തിൽ തോന്നിവാസമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തെളിവ് പറയുന്നതോ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, ഞങ്ങളെ മഹാനായ CM വലിയുല്ലാഹി തങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിക്കുവാനും ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനത്തിൽ സജീവമാകുന്ന പണ്ഡിതന്മാർക്ക് എല്ലാ ശക്തിയും കൊടുത്തത് ഞങ്ങളുടെ ശൈഖുന ബഹുമാനപ്പെട്ട മടവൂര് ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന് എല്ലാ അർത്ഥത്തിലും ശക്തി പകർന്നത്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ശക്തി പകർന്നത്, മർക്കസ് സഖാഫത്തി സുന്നി അടക്കമുള്ള നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് ശക്തി പകർന്നത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളാണ്. അവിടെ നിന്ന് ഇത്തരത്തിലുള്ള വ്യാജന്മാരെ പൂർണ്ണമായും ഇവിടെ നിന്ന് അടിച്ചോടിച്ചവരാണ്. സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളായ, രാഷ്ട്രവിരോധികളായ വഹാബികളെ അതിശക്തമായിട്ട് എതിർത്തവരാണ്. ഇതുപോലുള്ള വ്യാജന്മാർക്കെതിരെ ശക്തമായി ശബ്ദിച്ചവരാണ്. വ്യാജന്മാർക്കെതിരെയും പുത്തൻവാദികൾക്കെതിരെയും സംവാദം നടത്തുന്നതിന് സുൽത്താനുൽ ഉലമയടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർക്ക് എല്ലാ അർത്ഥത്തിലും ശക്തി പകർന്നത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളാണ്. ആ CM വലിയുല്ലാഹിയുടെ പേര് പറഞ്ഞിട്ടാണ് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാര് ഇത്തരത്തിലുള്ള എല്ലാ അശ്ലീലതകളും അവർക്ക് തോന്നുന്ന തോന്നിവാസങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേര് ഉപയോഗപ്പെടുത്തുന്നത്. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ തരത്തിലാണ് ഈ വ്യാജസിദ്ധന്മാര് അവരുടെ കൂടെ പെട്ടുപോയ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നത്. അങ്ങനെ ഈ കുരുവട്ടൂരിയൻ പാളയത്തിലേക്ക് ചെന്നുപെട്ട സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ വ്യക്തി സ്വന്തം ഭാര്യ മരണപ്പെട്ടു. ആ സഹോദരി മരണപ്പെട്ടതിൻ്റെ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ വരികയുണ്ടായി, തിങ്കളാഴ്ച വന്നു. എന്താണ് ആ റിപ്പോർട്ട്? നിങ്ങൾ നോക്കൂ. എന്തായിരുന്നു അത്? മലപ്പുറത്ത് യുവതി വീട്ടിൽ പ്രസവിച്ച സംഭവം, മരണകാരണം അമിത രക്തസ്രാവം, ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. അസ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്തായിരുന്നു ആ സഹോദരി മരണപ്പെടാൻ കാരണം? ബ്ലീഡിങ്, അമിതമായ ബ്ലീഡിങ്.
പക്ഷേ എന്തുകൊണ്ട് ഈ ബ്ലീഡിങ് അമിതമായി വന്നപ്പോൾ സ്വന്തം ഭാര്യ, തൻ്റെ മക്കളുടെ പൊന്നുമ്മ, ആ പൊന്നുമ്മ 4 കുട്ടികളുടെ മുമ്പിൽ കിടന്ന് പെടയുമ്പോൾ, അവരുടെ മുമ്പിൽ നിന്ന് അമിതമായി രക്തസ്രാവം വരുമ്പോൾ, ബ്ലീഡിങ് വരുമ്പോൾ, ആ സഹോദരിയെ എടുത്തുകൊണ്ട് ഓടാൻ എനിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള വ്യാജ സിദ്ധന്മാരിൽ വിശ്വസിക്കുന്ന ഇദ്ദേഹം ഈ പറയപ്പെട്ട കോമാട്ടുചാലിൽ അബ്ദുള്ളയടക്കമുള്ള വ്യാജന്മാരുടെ അനുമതിക്കായി കാത്തിരിക്കാനുള്ള സാധ്യതയില്ലേ സഹോദരങ്ങളെ? അവിടെ അത് അന്വേഷിക്കേണ്ടതില്ലേ? ഇദ്ദേഹത്തിൻ്റെ കോൾ ലിസ്റ്റുകൾ പരിശോധിക്കേണ്ടതില്ലേ? ഇദ്ദേഹത്തെ ആ കിടന്ന് പിടയുന്ന ഭാര്യയെ നോക്കി അവിടെ നിൽക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ലേ? സ്വന്തം ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിൻ്റെ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു മനുഷ്യനോട്, അയൽക്കാരോട് പറഞ്ഞിട്ടില്ലല്ലോ, സ്വന്തം കുടുംബക്കാരോടും പറഞ്ഞിട്ടില്ലല്ലോ, ഭാര്യയുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലല്ലോ. അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷമാണ് ആ വീട്ടുകാരെ മുഴുവനും അറിയിക്കുന്നത്, ഭാര്യയുടെ വീട്ടുകാരെ. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ സഹോദരി ഗർഭിണിയായ വിവരം പോലും മറ്റൊരാളോടും പറഞ്ഞിട്ടില്ല. ഇതെന്തിന് ഇത്ര ദുരൂഹമായ ജീവിതം നയിക്കണം? അന്വേഷണ പരിധിയിൽ വരേണ്ടതില്ലേ? കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരല്ലേ ഈ വ്യാജസിദ്ധന്മാർ? ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ മൗലവിമാരെ നടത്തിയ സാമ്പത്തിക ചൂഷണത്തിന് വിധേയമായി കോടികൾ നൽകാനുള്ള ആളുകളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന വ്യാജസിദ്ധന്മാർ, ഈ വ്യാജസിദ്ധന്മാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അവഹേളിക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനും ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരൊരിക്കലും മുസ്ലിം മുഖ്യധാര അംഗീകരിക്കുന്നില്ല, മുസ്ലിമീങ്ങൾ ഇവരെ അംഗീകരിക്കുന്നില്ല. ഇവർ തീർത്തും അപകടകരമായ ഒരു ജീവിതം നയിക്കുന്ന, ഏറ്റവും ദുരൂഹമായ ജീവിതം നയിക്കുന്ന, ഏറ്റവും അപകടകരമായ ഒരു രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവരെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. നമ്മുടെ നിയമ സംവിധാനം അവരുടെ ശ്രദ്ധ ഇവരിലേക്ക് പതിയേണ്ടതുണ്ട്. ഈ സിറാജ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇവിടെ മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പിൽ വന്ന് ദുരൂഹമായ ജീവിതം നയിക്കാനുള്ള കാരണം എന്താണ്? അതിനെന്താണ് അദ്ദേഹത്തിൻ്റെ പ്രചോദനം? അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. അദ്ദേഹം ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ അയൽക്കാരോട് പോലും മിണ്ടാതെ, അവരോട് പോലും ബന്ധം സ്ഥാപിക്കാതെ എന്തിന് ദുരൂഹ ജീവിതം നയിക്കണം? സ്വന്തം ഭാര്യയെ എന്തുകൊണ്ട് ഈ രൂപത്തിൽ മരണത്തിന് വിട്ടുകൊടുക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു? ഇദ്ദേഹത്തിന് അതിൻ്റെ തടസ്സമെന്തായിരുന്നു? അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്, അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. കുരുവട്ടൂരിസത്തിന് അതിൽ പങ്കെന്താണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം വരേണ്ടതുണ്ട്. ഇവരുടെ നയങ്ങളും നിലപാടുകളും ഇവർ തന്നെ വ്യക്തമാക്കിയതനുസരിച്ച് അതിൽ അവരുടെ പങ്കിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് ഇവരുടെ വേഷവിധാനങ്ങൾ കണ്ട് മുസ്ലിം പണ്ഡിതന്മാരാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വാർത്താ ചാനലുകളും മറ്റും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പ്രഭാഷകരെന്നും മുസ്ലിം പണ്ഡിതനെന്നുമൊക്കെ പലരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതായി കിട്ടും. ഒരിക്കലുമല്ല ഇസ്ലാമിക പണ്ഡിതന്മാരോ മുസ്ലിം പണ്ഡിതന്മാരോ ഇത്തരത്തിലുള്ള വേണ്ടാത്ത കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരല്ല. സ്വന്തം ഭാര്യ ജീവിതത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ, മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല സഹോദരങ്ങളെ. ഈ തരത്തിൽ ഈ മനുഷ്യനെ അധപ്പതിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ വ്യാജസിദ്ധന്മാരിലുള്ള വിശ്വാസമാണ് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാജസിദ്ധന്മാർ, കുരുവട്ടൂരികൾ, അവർ സമൂഹത്തെ ഈ അറിവില്ലായ്മയിൽ തളച്ചിട്ട് അവരുടെ സാമ്പത്തികമായ ചൂഷണം നടത്തി, അവരുടെ എല്ലാ അർത്ഥത്തിലും അവരെ ചൂഷണം നടത്തി, അവരിങ്ങനെ അടിമകളാക്കി വെച്ച് ഈ തരത്തിലുള്ള അപകടങ്ങളിലേക്ക് അവരെ തള്ളിവിട്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വ്യാജസിദ്ധന്മാരും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പണ്ഡിതന്മാരിൽ നിന്നും ജനങ്ങളെ അടർത്തി മാറ്റുക എന്നതാണ്. പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ
മഹാന്മാരായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ കീഴടകങ്ങളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് നൂറ്റാണ്ടുകളായില്ലേ സഹോദരങ്ങളെ? എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, എത്ര ലോ കോളേജുകളാണ്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളാണ്, അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്കാണ് അവർ നേതൃത്വം കൊടുത്തത്, നവോത്ഥാനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്. അങ്ങപ്പുറത്തുള്ള കാശ്മീരിൻ്റെ മലയടിവാരത്തിൽ അവിടെ എല്ലാ അർത്ഥത്തിലും എല്ലാം നഷ്ടപ്പെട്ട് പാവപ്പെട്ട പിഞ്ചുമക്കളെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവരെ നല്ല വിദ്യാസമ്പന്നരായി തിരിച്ചയക്കുന്ന എത്ര വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ മർക്കസു സഖാഫത്ത് സുന്നിയെ നേതൃത്വം കൊടുക്കുകയാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വിവിധങ്ങളായ തലങ്ങളിലേക്ക് മർക്കസ് പഠിപ്പിച്ചു വിടുകയാണ്. അനാഥ ബാല്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മർക്കസ് അവരെ ഡോക്ടർമാരായി പുറത്തുവിടുകയാണ്, എഞ്ചിനീയർമാരായി പുറത്തുവിടുകയാണ്, ഉദ്യോഗസ്ഥന്മാരും പ്രൊഫഷണലുകളുമായി പുറത്തുവിടുകയാണ്. ആ മർക്കസിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മർക്കസിൻ്റെ സന്താനങ്ങൾ കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളാണ് കുറ്റ്യാടി സിറാജുൽ ഹുദ. അതുപോലെ എത്ര സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ ജാമിയ സാദിയ, മഅ്ദിനുസ് സഖാഫത്തുൽ ഇസ്ലാമിയ തുടങ്ങി നമ്മുടെ കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളെക്കുറിച്ചും പഠനം നടത്തിയാൽ അഹ്ലുസുന്ന വൽ ജമാഅത്താകുന്ന ഈ പ്രസ്ഥാനം ഇവിടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി, ഇവിടെയുള്ള എല്ലാ സമുദായങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി എത്ര സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്, ഏതെല്ലാം മേഖലകളിലാണ് സംഭാവനകൾ നൽകിയിട്ടുള്ളത്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ ആദ്യാവസാനം ചീത്ത പറയുന്ന പരിപാടികൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജന്മാർ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ളത് എന്താണ്? ഈ രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ളത് എന്താണ്? രാജ്യത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ അവഹേളിക്കുകയും അശ്ലീലങ്ങൾ ഉപയോഗിച്ച് അവരെ തെറി പറയുകയും ചെയ്യുക എന്നതല്ലാതെ ഇവർ ഇക്കാലം എത്രയായി ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ളത് എന്താണ്? ഇങ്ങനെ പണ്ഡിതന്മാരെ തെറി വിളിച്ച് ആക്ഷേപിച്ച് ഇവരെ നമ്മുടെ കേരളത്തിൻ്റെ തെരുവ് ചുറ്റുമ്പോൾ എന്താണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഈ മൗലവിമാരെ നടത്തുന്ന ദുരൂഹത നിറഞ്ഞ ജീവിതത്തിന് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് ആളുകളുടെ സാമ്പത്തികമായും മറ്റും ചൂഷണം ചെയ്യുമ്പോൾ അതിനെതിരെ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നതല്ലാതെ ഈ പണ്ഡിതന്മാർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെ ഇവരാക്ഷേപിക്കുന്നത്? കൃത്യമായി അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്, വളരെ വ്യക്തമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. പണ്ഡിതന്മാരുടെ കാലം കഴിഞ്ഞു എന്നാണ് കോമാട്ടി ജാലിൽ അബ്ദുള്ള പറഞ്ഞത്. അദ്ദേഹം പറയാണ്, പണ്ഡിതന്മാർ അവരുടെ നവോത്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി, അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി, അവരുടെ എല്ലാ അർത്ഥത്തിലും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പണ്ഡിതന്മാരുടെ കാലം കഴിഞ്ഞുപോൽ. അദ്ദേഹം പറയുകയാണ്, പണ്ഡിതന്മാരുടെ കാലം കഴിഞ്ഞുപോൽ. ആ കാലം കഴിഞ്ഞിനി മൊയ്ലിയന്മാരെ കാലം തന്നെ വിടല്ല, ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലടാ. നീ വെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ. ആണല്ലേ? അപ്പോൾ അത് ഞാൻ പറയുന്നത്, ഇവന്മാർ പറഞ്ഞതൊക്കെ പുലരുന്നുണ്ട്, അത് അവരുടെ നെഞ്ചത്തോട്ട് ആണെന്ന് മാത്രം. നാടന്മാരുടെ കാലാണ് വരാൻ പോകുന്നത് പോൽ. നാടന്മാരാണ് മൗലവി അബ്ദുള്ള. നിങ്ങളുടെ വേദിയിൽ കാണുന്ന ഈ മൗലവിയെ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? പണ്ഡിതന്മാരുടെ കാലം കഴിഞ്ഞുപോൽ. ഇവിടെ നവോത്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരുടെ കാലം കഴിയാൻ നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും സാധ്യമാവുകയില്ല. പണ്ഡിതന്മാരെ ജനങ്ങളിൽ നിന്നും അകറ്റുക, പണ്ഡിതന്മാരിൽ നിന്നും ജനങ്ങളെ അടർത്തി മാറ്റുക, ഇതാണ് ഇവരെ കാലവും ചെയ്തിട്ടുള്ളത്. അതിന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകളെടുത്ത് വളച്ചൊടിച്ച് അതിനെ ഇല്ലാത്ത ദുർവ്യാഖ്യാനങ്ങൾ നൽകി മഹാന്മാരായ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ ജനങ്ങൾക്ക് മുമ്പിൽ അവഹേളിക്കാൻ ശ്രമം നടത്തുക. ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ കാണിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവരെ ഈ അർത്ഥത്തിലുള്ള ദുരൂഹതയിലേക്ക്, സമൂഹത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് തടയിടുന്ന പണ്ഡിതന്മാരെ, ആ പണ്ഡിതന്മാരോട് കടുത്ത പകയും വിദ്വേഷവും വെച്ചു പുലർത്തി അവരുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവർകൾ
ഇക്കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തിയ വളരെ കൃത്യമായ മനോഹരമായ പ്രഭാഷണം, ആ പ്രഭാഷണത്തെ പോലും വളച്ചൊടിച്ച് വികൃതമാക്കുകയാണ് ഈ മൗലവിമാർ. എന്തിനു വേണ്ടി? ഈ പണ്ഡിതന്മാര് കൃത്യമായി ഇസ്ലാമിക ആശയങ്ങളും ദർശനങ്ങളും വ്യക്തതയോടെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കുമ്പോൾ ഇവരുടെ ഈ അന്ധവിശ്വാസവും പിന്തിരിപ്പൻ നയങ്ങളും സമൂഹം മനസ്സിലാക്കുകയും അവരെ പുറന്തള്ളുകയുമാണ്. അതുകൊണ്ടാണ് 10-13 കൊല്ലം കഴിഞ്ഞിട്ടും ക്ലോസറ്റിലെ വെള്ളം പോലെ അങ്ങനെ നിൽക്കുന്നത്. അന്നെത്രയാണോ അത്രമാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ആ ഒരു വളർച്ചയുമില്ലാതെ നിൽക്കുന്നത് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ വ്യക്തമായ ഉപദേശങ്ങൾ സമൂഹം കേട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരോട് പകയും വിദ്വേഷവും വെച്ച് പുലർത്തുക, ആ പണ്ഡിതന്മാരുടെ വാക്കിനെ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അതിനെ ദുർവ്യാഖ്യാനിക്കുക. കേൾക്കൂ നിങ്ങൾ. എല്ലാവരും ഖിദ്മത്ത് ചെയ്തോളണമെന്നാണ് ആ ഹദറത്തിൽ. വലിയ ആളൊരു വമ്പൻ വിടലേറ്റാ വന്ന് ചിറ്റടി മീത്തലിലേക്ക്. ആ വലിയ പെടൽ ഇപ്പൊ നിങ്ങളാ പെട്ടത്. ഷവ്വാല് വരുമെന്ന് പറഞ്ഞു, ഷവ്വാല് ബോംബും കൊണ്ട് വന്നപ്പോ നിങ്ങൾക്ക് വലിയ പെടലാ മൗലവി നിങ്ങളെ പെട്ടത്. മറ്റേ മുട്ടനും കുട്ടനും എന്ന് പറഞ്ഞാൽ മറ്റേ ആളും കൂടി പഠിപ്പിച്ചു കൊടുത്തതാവും. എന്താ പഠിപ്പിച്ചു കൊടുത്തതെന്ന് അറിയോ? അഹ്ലു ബൈത്താണല്ലോ വൈലത്തൂർ തങ്ങൾ. വൈലത്തൂർ തങ്ങളെ കൊണ്ട് മടവൂർ ശൈഖുന ഒരു ഖിദ്മത്തും ചെയ്യിപ്പിക്കാറില്ലായിരുന്നു, ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബത്ത് വെച്ച് പുലർത്തുന്നവരായിരുന്നു. ആ മുത്തുനബിയുടെ മക്കൾ, ആ മക്കളോട് അഹ്ലു ബൈത്തിനോടും വല്ലാത്ത ആദരവായിരുന്നു ഉണ്ടായിരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. ഉർഖുബു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ലി ബൈത്തിഹി, റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ അഹ്ലു ബൈത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന ഹദീസ്. എത്ര ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അതിലെന്താ മൗലവി നിനക്കെത്ര സംശയം? പിന്നെ കൂടെ ഇങ്ങനെ നിർത്താനുള്ള ഖിദ്മത്ത് മാത്രം. കാരണം മൂപ്പര് അഹ്ലു ബൈത്താണ്. തീർച്ചയായും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ CM വലിയുല്ലാഹി തങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾക്കും വലിയ താല്പര്യമായിരുന്നു. അങ്ങനെയായിരുന്നു CM വലിയുല്ലാഹി തങ്ങൾ വൈലത്തൂര് തങ്ങളുപ്പാപ്പയെ കൊണ്ട് നടന്നിരുന്നത്. അത് CM വലിയുല്ലാഹി തങ്ങളെ അറിയുന്ന ആർക്കും അറിയാം. നിനക്കെന്താടോ CM വലിയുല്ലാഹി തങ്ങളെക്കുറിച്ചറിയാം? ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവർകൾ എത്രയാണ് CM വലിയുല്ലാഹി തങ്ങളെ അനുഭവിച്ചിട്ടുള്ളത്. അവിടുത്തെ ജീവിതയാത്രയിൽ എപ്പോഴും കൂടെയുണ്ടായിരുന്ന, ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും കൂടെയുണ്ടാകുന്ന, അവിടുന്ന് വഫാത്തായി ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെയും CM വലിയുല്ലാഹി തങ്ങളെ അനുഭവിച്ചവരാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ. അപ്പോൾ CM വലിയുല്ലാഹി തങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അനുഭവിച്ച സുൽത്താനുൽ ഉലമ പറയുന്നത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട് അനുഭവിച്ച് പഠിച്ചതാണ്. എന്നാൽ ഒരിക്കൽ പോലും CM വലിയുല്ലാഹി തങ്ങളെ കാണുകയോ അനുഭവിക്കുകയോ അവിടുത്തെ ശരിയായ രൂപത്തിൽ പഠിക്കുകയോ ചെയ്യാത്ത മൗലവി, താങ്കൾക്ക് എന്തറിയാം CM വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച്? തങ്ങളെങ്ങാലും ഉണ്ടെങ്കിൽ മൂപ്പരെ കണ്ണടക്കി ഒന്ന് കൊടുത്തുണ്ടോ? തീർച്ചയായിട്ടും തങ്ങളുപ്പാപ്പ എന്ന ഹയാത്തിലുണ്ടായിരുന്നുവെങ്കിൽ നിന്നവിടെ വെച്ചേക്കുമായിരുന്നില്ല മൗലവി. ആ തരത്തിലുള്ള തോന്നിവാസമാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ സംബന്ധിച്ച് ഇനി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വഫാത്തായതിനു ശേഷം അവിടുത്തെ ഫോൺ ക്ലിപ്പാണെന്ന് പറഞ്ഞ് എത്ര വ്യാജമായ ഫോൺ ക്ലിപ്പുകളാണ് താങ്കൾ ഉണ്ടാക്കിയത്. അത് കൃത്യമായിട്ട് നമ്മൾ അത് ഉണ്ടാക്കുന്ന വിധമടക്കം കാണിച്ചു തന്നപ്പോൾ പിന്നെ ഒരു ക്ലിപ്പും പുറത്തു വന്നിട്ടില്ലല്ലോ. അതോടുകൂടെ നിന്റെ വ്യാജ നിർമ്മിതിയായ ഫോൺ ക്ലിപ്പ് അവസാനിച്ചില്ലേ? ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ പേരിൽ എത്ര കളവുകളാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പറഞ്ഞ സ്ഥലം നിന്റേത് അടിച്ചു പൊളിക്കുമായിരുന്നു. എവിടുന്ന് കിട്ടിയതാതൊക്കെ? ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളിൽ നിന്നും അനുഭവിച്ചപ്പോൾ കിട്ടിയതാണതൊക്കെ. CM വലിയുല്ലാഹി തങ്ങൾ വർഷങ്ങളോളം അനുഭവിച്ചവരാണ് സുൽത്താനുൽ ഉലമ. ആ മഹാനരിൽ നിന്ന് ഉസ്താദ് അവറുകൾ പഠിച്ചെടുത്തതാണ് മൗലവി. താങ്കൾക്ക് ഇതൊക്കെ എവിടെ നിന്നാ കിട്ടിയത്? ഈ കടുത്ത കളവുകളും ഈ അജ്ഞതകളും ഒക്കെ എവിടെ നിന്നാ കിട്ടിയത് മൗലവി? ആരാ യഥാർത്ഥ അഹ്ലു ബൈത്ത്? യഥാർത്ഥ അഹ്ലു ബൈത്ത് ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര. അതാണ് യഥാർത്ഥ അഹ്ലു ബൈത്ത്. മനസ്സിലായല്ലോ?
എവിടെ എത്തിച്ചു ഈ മനുഷ്യനെ? ഈ മനുഷ്യൻ ഇന്ന് പലരെ ലോകത്തോളം ആകാശത്തോളം ഉയർത്തിയിട്ടുണ്ട്. ആകാശത്തോളം വലിയ വലിയ പർവ്വത സമാനരായ മഹാന്മാരായ പണ്ഡിതന്മാരെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ ലോകത്തെ ഉന്നതങ്ങളിലേക്ക് പലരെയും എത്തിച്ചിട്ടുണ്ട്. മൗലവി, ഈ ശിഷ്യന്മാരും കുട്ടികളും കൂടി നിരവധി ശിഷ്യന്മാരെയും നിരവധി കുട്ടികളെയും ആരാരും നോക്കാനില്ലാത്ത സംരക്ഷിക്കാനില്ലാത്ത പാവങ്ങളെ ഏറ്റെടുത്ത് വളർത്തിയ ലോകത്ത് അറിയപ്പെടുന്ന നേതാവാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ. ഈ ഇന്റർനാഷണൽ ദാഴിയും വെണ്ണക്കോടുകാരനും പേരോടുകാരനും എല്ലാവരും കൂടിയിട്ട് ഈ പാവം മനുഷ്യനെ എവിടെ എത്തിച്ചു? അങ്ങനെ നിങ്ങളെപ്പോലുള്ള കള്ളത്തൊരീഖത്തുകാരെയും വ്യാജന്മാരെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നിരത്തിവെച്ച് നെഞ്ചൂക്കോടെ നേരിടാൻ പറ്റുന്ന നിരവധി പണ്ഡിതന്മാരെ മഹാനായ സുൽത്താനുൽ ഉലമ വളർത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അതിൻ്റെ പേരിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ പേരിൽ നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, മൂത്തു ബിഅയ്ദിക്കും, ആ ദേഷ്യവുമായിട്ടങ്ങ് ജീവൻ പോയേക്ക് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ മൗലവി. അതായിരുന്നു അന്ന് മുതലക്കൊഴുത്ത് നിങ്ങൾ പറഞ്ഞ ഉസ്താദേ നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. അതെ, ബഹുമാനപ്പെട്ട ഉസ്താദിന് ഒന്നും സംഭവിക്കാൻ അവിടത്തെ 10,000 വരുന്ന ശിഷ്യന്മാർ അനുവദിക്കൂല. ഉസ്താദിന് ആവശ്യമായ പ്രൊട്ടക്ഷനും ബഹുമാനപ്പെട്ട ശൈഖുനാക്കും പ്രസ്ഥാനത്തിനും നൽകാൻ ഇവിടത്തെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകരൊന്നും സുസജ്ജമാണ്. അതിനെ തടയാനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ താങ്കളെപ്പോലുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഈ പ്രസ്ഥാനം ഇവിടെ തെളിയിച്ചിട്ടുണ്ട്, പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്, ഇനിയും തെളിയിക്കുകയും ചെയ്യും. എന്താ നിങ്ങൾ ഈ പറയുന്ന? ആരാ മടവൂര് ശൈഖുന? മടവൂർ ശൈഖുന ആരാണ്? ശരീഅത്തുൽ ഇസ്ലാമിനെ കൃത്യമായി പഠിപ്പിച്ച അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ശക്തി പകർന്ന സുൽത്താനുൽ ഉലമയടക്കമുള്ള താജുൽ ഉലമയടക്കമുള്ള മഹാന്മാരായ മുഹയ്യിസുൻ അടക്കമുള്ള എം.എ. ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ ആലിമീങ്ങൾക്ക് ശക്തി പകർന്ന് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അവർക്കെല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയ മഹാനായ വലിയായിരുന്നു സി.എം. വലിയുല്ലാഹി തങ്ങൾ. കഴിഞ്ഞില്ല, നിങ്ങളെപ്പോലുള്ള സർവപുത്തൻവാദികളെയും ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഈ ബിദ്അത്തിന്റെ കക്ഷികളെ നേരിടാൻ എല്ലാ അർത്ഥത്തിലും ശക്തി പകർന്ന വലിയാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങള്. ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ മിനിയാത്ത പ്രസംഗം കുറേ ഉണ്ട്, അതിലൊരു ഭാഗം ജലാലുദ്ദീൻ സഖാഫി തങ്ങളിതാ ഇവിടെ ഉണ്ട്. അങ്ങനെ അവർക്ക് സംഭവങ്ങളൊക്കെ അറിയാം. തങ്ങളിങ്ങനെ അങ്ങോട്ട് കൂടുക എന്നല്ലാണ്ട് തങ്ങളെ കൊണ്ട് ഒരു ഖിദ്മത്തും ചെയ്യിപ്പിക്കൂല. അത് തങ്ങളാണ് എന്നുള്ള നിലക്ക് ഒരു വെള്ളം പോലും കൊണ്ടുപോയി കൊടുക്കാൻ സമ്മതിക്കുകയില്ല. തങ്ങളിങ്ങനെ കുറേ ശ്രമിച്ചു നോക്കും ഖിദ്മത്ത് ചെയ്യാൻ. പക്ഷേ ആ ഖിദ്മത്ത് സ്വഹബത്ത് കൊണ്ടുള്ള ഖിദ്മത്ത് അല്ലാതെ മറ്റൊന്നും അനുവദിച്ചിട്ടില്ല. സ്വഹബത്ത് തന്നെ കൂടെ ഇങ്ങനെ നിൽക്കുക, കൂടെ ഇരിക്കുക, കൂടെ പോവുക, കൂടെ വരിക, ഇത് വലിയൊരു മഹത്വമുള്ളതാണ് എന്ന നിലക്കല്ലാതെ ഒരു ഖിദ്മത്ത് ചെയ്ത് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം സയ്യിദന്മാരെ കൊണ്ട് ഖിദ്മത്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ് സി.എം. വലിയുള്ളാഹിയുടെ മദ്ഹബ്. അങ്ങനെ അത്രയും വലിയ മഹാൻ നമ്മളോട് പോകണം, പള്ളി ഉണ്ടാക്കണം. വ്യക്തമാണ്, സി.എം. വലിയുല്ലാഹി തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികളെ തങ്ങന്മാരെ അത്ര മഹബത്ത് വെച്ചിരുന്നു. തങ്ങന്മാരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചിരുന്നില്ല. കൂടെയുണ്ടായിരുന്ന ഖാദിമീങ്ങളോട് പലതും പറയും, പല ആവശ്യങ്ങളും പറയും, വെള്ളമെടുക്കാൻ പറയും, അതുപോലെ തന്നെ ആവശ്യമായ പല ഖിദ്മത്തിനും സേവനത്തിനും അവരങ്ങോട്ട് ആവശ്യപ്പെടും. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ മക്കളായ തങ്ങന്മാരോട്, വൈലത്തൂര് തങ്ങളുപ്പാപ്പയോട് ഒന്നും സി.എം. വലിയുല്ലാഹി തങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്താ കാരണം? അത് അഹ്ലുബൈത്തിനോടുള്ള ആദരവ്, മുത്തുനബിയോടുള്ള മഹബത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ള ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് സി.എം. വലിയുല്ലാഹി തങ്ങളെ അറിയുന്ന ആർക്കും അറിയാം. എന്നാൽ ഈ മൗലവി നൗഷാദ് പറയാണത് കളവാണ് എന്ന് പറയട്ടെ. ബാക്കി വൈലത്തൂർ തങ്ങൾ അവിടുത്തെ ഖാദിമാണ് എന്ന് പറയാത്ത പ്രസംഗം ഏതെങ്കിലും ഉണ്ടോ?
അതേ വൈലത്തൂർ തങ്ങളുപ്പാപ്പ CM വലിയുള്ളാഹി തങ്ങളുടെ ഖാദിമാണെന്ന് എപ്പോഴും പറയും. അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യാൻ താല്പര്യപ്പെട്ട് നടക്കുകയാണ് വൈലത്തൂർ തങ്ങളുപ്പാപ്പ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങൾ തൻ്റെ ഖാദിമാണെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല എന്നല്ലേ ഉസ്താദ് അവറുകൾ പറഞ്ഞത്? ഞാൻ 2 വാക്ക് മുമ്പേ ബുക്കിന്ന് വായിക്കാം. അതാ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ശീലമുള്ള താങ്കൾക്കാണ് മൗലവി ഏത് സംഗതിയും കളവായി തോന്നുന്നത്. അൽ മർഉ യഖീസു അലാ നഫ്സിഹി, സ്വന്തത്തെ പോലെയാണ് മറ്റുള്ളവരും എന്ന് ധരിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് കുരുവട്ടൂരികൾ പൂർണ്ണമായും കളവ് പറഞ്ഞ് നടക്കുമ്പോൾ മറ്റുള്ളവരും കളവ് പറയാണെന്ന് ധരിക്കാണ് മൗലവി. അത് പ്രശ്നം താങ്കൾക്ക് തന്നെയാണ്. നമ്മളൊക്കെ പറഞ്ഞു പറ്റിച്ചതാണ്. പണ്ടികൾ വ്യക്തമായ കളവ്, ഒരു കളവുമല്ല, പൂർണ്ണ സത്യമാണ് പറഞ്ഞത്. പക്ഷേ അത് താങ്കൾക്ക് കളവായി തോന്നുകയാണ്. കാരണം താങ്കൾ കളവിൽ വീണ് കിടക്കുകയാണ്. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും തിളച്ച വെള്ളമാണ് ധരിക്കും എന്നതുപോലെ കളവാകുന്ന തിളച്ച വെള്ളത്തിൽ വീണ താങ്കൾക്ക് പച്ചവെള്ളം കാണുമ്പോഴും അതും കളവാകുന്ന തിളച്ച വെള്ളമാണെന്ന് തോന്നിപ്പോവുകയാണ്. പ്രശ്നം അവിടെ തന്നെയാണ്. ഈ കളവ് പറയുന്നത് അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ അവരെ സംഘടനയ്ക്ക് വേണ്ടി പറയുന്നൊക്കെയും പച്ചക്കള്ളമാണ്. ഒരിക്കലുമില്ല, അത് താങ്കൾക്ക് തോന്നുകയാണ്. പൂർണ്ണമായ ഒരു സത്യത്തെ, പൂർണ്ണമായ ഒരു ചരിത്ര വസ്തുതയെ കളവാണെന്ന് ധരിക്കുകയാണ് താങ്കൾ. അത് താങ്കൾ കളവിന് പ്രണയിക്കുന്നത് കൊണ്ടാണ് മൗലവി. വൈലത്തൂർ തങ്ങൾ സ്വന്തം എഴുതിയ ബുക്കാത് മലയാളത്തിൽ കറാമത്തുകൾ ഒരൊഴുക്കെന്ന പോലെ. അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ മഹാനരായ തങ്ങൾ പറയുന്ന വാക്കുണ്ട് കേട്ടോ. വിനീതനായ ഞാൻ അവിടത്തെ ഒരു എളിയ സേവകനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഞാൻ അവിടത്തെ ഖാദിമായിരുന്നു. ഖാദിമ് എന്ന് പറഞ്ഞ വിശദീകരിക്കുകയാണ്. കണ്ടോ, ഓരോ വീട്ടിലുള്ള സംഭവം ഇങ്ങനെ പറയാണ്. പൊന്മുണ്ടത്തുള്ള അവസ്ഥയാണ് ആദ്യം പറയുന്നത്. അന്ന് ഷെയ്ഖ് CM എനിക്ക് കിട്ടിയ അവസരം പാഴാക്കാതെ ഞാൻ അവിടുത്തെ ഖിദ്മത്തിന് തുനിഞ്ഞു. ഖിദ്മത്ത് തന്നെ ഒപ്പം ഇങ്ങനെ നടക്കലല്ല കേട്ടോ, വായിച്ചരാ. കുളിക്കാൻ വെള്ളം ചൂടാക്കുക, സന്ദർശകരെ വരിക്ക് നിർത്തുക, ഷെയ്ഖിന് വീശിക്കൊടുക്കുക എന്നിത്യാദി ജോലികൾ ഒരു ദിവസം പലതവണ കുളിക്കുമായിരുന്നു മഹാനവറുകൾ. ഓരോ 4 അല്ലെങ്കിൽ 6 മണിക്കൂർ ഇടവിട്ടാണ് കുളി. അതും നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ, തിളപ്പിച്ച പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുമായിരുന്നു വെള്ളം. അങ്ങനെയുള്ള സേവനങ്ങളൊക്കെയും എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെയും ഞാൻ ചെയ്തു കൊടുത്തു. മൗലവി ഇതും ഉസ്താദ് അവറുകൾ പറഞ്ഞതും എന്താണ് വൈരുദ്ധ്യമുള്ളത്? ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പ കിട്ടിയ അവസരം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ CM വലിയുള്ളാഹി തങ്ങൾ പറയാതെ ആവേശത്തോടെ ചെയ്യാറുണ്ടായിരുന്നു. അതാരെങ്കിലും നിഷേധിച്ചിരുന്നോ? ഇല്ല. ഉസ്താദുകൾ പറഞ്ഞത് വെള്ളം തിളപ്പിക്കാൻ തങ്ങളെ വിളിച്ചിട്ട് CM വലിയുള്ള പറഞ്ഞിട്ടില്ല എന്നാണ്. അതുപോലെ വെള്ളമെടുത്തു കൊടുക്കാൻ CM വലിയുള്ളാഹി തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ദർസിൽ പഠിക്കുന്ന തങ്ങളുട്ടികളോട് നമ്മളൊരു പക്ഷേ പലതും മറ്റു കുട്ടികളോട് പറയുന്ന പല കാര്യങ്ങളും ഈ തങ്ങൾ കുട്ടികളോട് പറയാറില്ല. ഒരു പ്ലേറ്റ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു കിതാബ് എടുത്ത് കൊണ്ടുവരാനോ സാധാരണ മുത്തല്ലിമീങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങളുട്ടികളോട് പറയാറില്ല എന്ന് കരുതി നമ്മുടെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ അവരാവേശത്തോടുകൂടെ, അവർ ഖിദ്മത്തിൻ്റെ താല്പര്യത്തോടുകൂടെ നമ്മൾ പറയാതെ തന്നെ അവർ കിതാബ് എടുത്ത് കൊണ്ടുവരാറുണ്ട്. അത് ഞാൻ ആ കുട്ടികളോട് ഖിദ്മത്തിന് പറയാറില്ല എന്ന് പറഞ്ഞത് ഇതിനെതിരാണോ? അല്ല, അവർ പറയാതെ CM വലിയുള്ളാഹി തങ്ങളോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാഗമായി തങ്ങളുപ്പാപ്പ താല്പര്യമെടുത്ത് ഖിദ്മത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. അത് തങ്ങൾ പറഞ്ഞിട്ട് CM വലിയുള്ള പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് എന്താണ്? CM വലിയുള്ളാഹി തങ്ങളോട് ഖിദ്മത്ത് ആവശ്യപ്പെടാറില്ല എന്നാണ് പറയുന്നത്. മറ്റു ഖാദിമീങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ല. ഇതല്ലേ ഉസ്താദ് അവറുകൾ പറഞ്ഞത്? മൗലവി പച്ച മലയാളവും തിരിയാതെയായോ? ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരോടുള്ള അങ്ങേ അറ്റത്ത് ഒരിക്കലും നിർണയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പകയും വിദ്വേഷവും വെറുപ്പും മനസ്സിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടെത്തി അവരുടെ പേരിൽ കളവുകൾ ആരോപിച്ച്
സമൂഹ മധ്യത്തിൽ അവരെ വഷളാക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഇതുപോലുള്ള ദുരൂഹ ജീവിതം, ഇതുപോലെ സമൂഹത്തെ പറ്റിക്കാൻ, അവരെ ചൂഷണം ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ മൗലവി ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ ഈ തരത്തിൽ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? നിങ്ങളുടെ കഴിഞ്ഞ കാല 10-13 വർഷങ്ങളിലുള്ള എല്ലാ പ്രസംഗങ്ങളും ഇതുപോലെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയുമല്ലേ ചെയ്യുന്നത്? അതിൻ്റെ കാരണം അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. ഈ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായി ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ കാണിച്ചിട്ടുള്ള അലംഭാവം കാണിക്കുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ആ മരണത്തിലേക്ക് ആ യുവതിയെ തള്ളിവിട്ടതിൻ്റെ നേർസാക്ഷ്യം വിവരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലെ കറുത്ത കരങ്ങൾ ആരൊക്കെയാണ്, ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അന്വേഷണങ്ങൾ വരണം. അങ്ങനെ ഇനിയും ഇതുപോലത്ത ദാരുണ മരണങ്ങൾക്ക് ഈ വ്യാജന്മാർക്ക് അവസരമുണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള വ്യാജസിദ്ധന്മാർ പാവപ്പെട്ട ജനതയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് തടയാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് വരണം. ഇവിടെ ദീന് പറയാൻ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുണ്ട്. ലോകതലത്തിൽ പ്രസിദ്ധരായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ വളരെ കൃത്യമായി നാട്ടിലുള്ള മുഴുവൻ ഭരണാധികാരികൾക്കും ഇവിടുത്തെ പൗരപ്രമുഖർക്കും ഇവിടെയുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾക്കും നമ്മുടെ പണ്ഡിതന്മാരെയും നമ്മുടെ സംവിധാനത്തെയും നമ്മുടെ പ്രസ്ഥാനത്തെയും വ്യക്തമായി അറിയാം. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് ഒരു ദുരൂഹതയുമില്ലാതെ കൃത്യമായി അറിയാം. അതുകൊണ്ട് ദീന് പറയുന്നത് ഈ പ്രസ്ഥാനമാണ്, ദീന് പറയേണ്ടത് ഈ പ്രസ്ഥാനമാണ്, പണ്ഡിതന്മാരാണ്. ദീനിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ, മുസ്ലിമീങ്ങളുടെ പേരിൽ വരുന്ന ഇത്തരം വ്യാജന്മാരായ ഇത്തരം വ്യാജ പതിപ്പുകളെ തിരിച്ചറിഞ്ഞ് അവരെക്കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് ഇനിയും വഴിവെച്ചു കൊടുക്കാതെ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.